നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും UAE-യിലേക്ക് മഴയെത്തുന്നു. കഴിഞ്ഞ ആഴ്ചയിലേതിന് സമാനമായി കനത്ത മഴ പ്രതീക്ഷിക്കേണ്ടതില്ല എങ്കിലും മഴ ശക്തമാകും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ 75 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഴ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച UAE-യിൽ ലഭിച്ചത്. മിക്കയിടങ്ങളിലും പ്രളയ സമാനമായ അന്തരീക്ഷമായിരുന്നു. ഒമാനിൽ കനത്ത മഴയെ തുടർന്ന് 18 പേരാണ് മരിച്ചത്. ഇതിനിടയിലാണ് വീണ്ടും അടുത്ത 5 ദിവസത്തേക്ക് UAE-യിൽ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ ആശങ്ക പരത്തുന്നത്. ഇതേസമയം നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാജ്യത്ത് റെക്കോർഡ് മഴ തന്നെയാണ് പെയ്തത്. തിങ്കളാഴ്ച വൈകുന്നേരം നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും അടുത്ത ദിവസം എമിറേറ്റ്സിന്റെ പ്രത്യേക പ്രദേശങ്ങളിൽ അധിക മഴയ്ക്കും സാധ്യതയുണ്ട് എങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല എന്ന് നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ബുധനാഴ്ചയോടെ കാലാവസ്ഥ മെച്ചപ്പെടുമെന്നും താപനിലയിൽ 5 മുതൽ 7 ഡിഗ്രി വരെ കുറയുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. പടിഞ്ഞാറൻ തീരത്തുനിന്ന് മഴമേഘങ്ങൾ UAE-യിലേക്ക് നീങ്ങുന്നതായും അതിനാൽ വരും ദിവസങ്ങളിൽ ഇടത്തരം മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുമാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഉച്ചയോടെ ആരംഭിക്കുന്ന മഴ രാത്രിയിൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. UAE-യിൽ 5 മുതൽ 7 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കുറയാനാണ് സാധ്യത. ഇതിനിടെ UAE-യിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട്. ക്ലൗഡ് സീഡിംഗ് മൂലമാണ് UAE-യിൽ ശക്തമായ മഴ ലഭിച്ചതെന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇത് വസ്തുതാവിരുദ്ധമാണ്. UAE-യിലെ മഴയ്ക്ക് കാരണം ക്ലൗഡ് സീഡിംഗ് അല്ല എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചതായി പ്രമുഖ ന്യൂസ് ചാനലുകൾ പിന്നീട് റിപ്പോർട്ട് ചെയ്തിരുന്നു. UAE-യിൽ ക്ലൗഡ് സീഡിംഗ് നടത്തിയിട്ടില്ല എന്നും വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും നാഷണൽ സെന്റർ ഓഫ് മെട്രോളജിയിലെ മുതിർന്ന കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഹബീബ് അഹമ്മദ് പറയുന്നു. തെക്ക് പടിഞ്ഞാറൻ ഒമാൻ മേഖലകളിലായി ആഴത്തിലുള്ള ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു. അതേസമയം UAE-യുടെ അന്തരീക്ഷത്തിന് മുകളിലായും മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു. ഞായറാഴ്ച മുതൽ അറബിക്കടലിൽ നിന്ന് UAE-യിലേക്കും ഒമാനിലേക്കും ഈർപ്പമുള്ള വായു വീശുന്നുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം സ്വാധീനത്തിലാണ് UAE-യിൽ കാലാവസ്ഥ മാറിയതും കഴിഞ്ഞയാഴ്ച ശക്തമായ മഴ ലഭിച്ചതും. പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നിന്നുള്ള മഴമേഘങ്ങൾ ഞായറാഴ്ച മുതൽ രാജ്യമെമ്പാടും നീങ്ങുമെന്നും ഇത് വ്യത്യസ്ത തീവ്രതയിലുള്ള മഴയ്ക്ക് കാരണമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ടായിരുന്നു. രാജ്യത്തുടനീളം അസ്ഥിരമായ കാലാവസ്ഥയ്ക്കും ശക്തമായ കാറ്റ്, മഴ, ഇടിമിന്നൽ, പൊടിക്കാറ്റ് എന്നിവയ്ക്കും സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പിൽ മുൻപ് തന്നെ സൂചിപ്പിച്ചിരുന്നതുമാണ്. അന്തരീക്ഷത്തിലെ മേഘങ്ങളുടെ ഘടനയിൽ വ്യത്യാസം വരുത്തി കൃത്രിമ മഴ പെയ്യിക്കുന്ന രീതിയെയാണ് ക്ലൗഡ് സീഡിംഗ് എന്ന് പറയുന്നത്. UAE-യിൽ കാലാവസ്ഥ മാറാൻ കാരണം ക്ലൗഡ് സീഡിംഗ് ആണെന്ന് വാർത്തകൾ വന്ന സാഹചര്യത്തിലാണ് കാലാവസ്ഥാ വകുപ്പ് ഈ വിശദീകരണം ഇറക്കിയത്. ഇപ്പോൾ വീണ്ടും പടിഞ്ഞാറൻ തീരത്തുനിന്ന് മഴമേഘങ്ങൾ UAE-യിലേക്ക് നീങ്ങുന്നതായും അതിനാൽ വരും ദിവസങ്ങളിൽ ഇടത്തരം മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുമാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല എന്നും ജനങ്ങൾ പരിഭ്രാന്തരാകുകയോ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയോ ചെയ്യരുതെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ.